ആന്ധ്രയിൽ സ്റ്റീൽ പ്ലാന്റിൽ പൊട്ടിത്തെറി 8 മരണം 12ഓളം പേർക്ക് പരിക്ക്. അനക്കപ്പള്ളിയിലെ പ്ലാന്റിലായിരുന്നു പൊട്ടിത്തെറി. ഒരാളുടെ സ്വകാര്യത ലംഘിച്ച് ചിത്രങ്ങളോ വീഡിയോകളോ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണെന്ന് കേരള പോലീസിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ റെഡ് അലർട്ട്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇന്ത്യൻ പൗരന്മാർക്ക് നിർദ്ദേശം. ഇന്ത്യക്കാർ ഇറാനിലേക്ക് യാത്ര ഒഴിവാക്കണമെന്ന് ഇറാനിലെ ഇന്ത്യൻ എംബസി. ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ രാജ്യം വിടണം. ലഭ്യമായ യാത്രാമാർഗങ്ങൾ ഉപയോഗിക്കണം. ഇന്ത്യയുടെ ആണവായുധ ശേഖരം വർദ്ധിച്ചിരുന്ന റിപ്പോർട്ട് പാകിസ്ഥാനേക്കാൾ മുന്നിൽ. നടിയെ ആക്രമിച്ച കേസ് മെമ്മറി കാർഡ് ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറി ജഡ്ജി. ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക യോഗം തുടങ്ങി. രാഹുൽ ഗാന്ധിക്കെതിരെ പോസ്റ്ററുകൾ. ഹിറ്റ്ലറിനെ ആരാധിക്കുന്ന ഒരു മുഖ്യമന്ത്രി കോൺഗ്രസ് പാർട്ടിക്ക് സ്വന്തമായി ഉണ്ടെന്നത് ലജ്ജാകരം. രേവന്ത് റെഡ്ഡിക്കെതിരെ പിണറായി വിജയൻ.